എന്റെ പേര് കാൽ. ഞാൻ ടൈം സ്റ്റോപ്പർ ആണ്. ആർക്കെങ്കിലും അത് തടയാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാത്രമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ കാൽ. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. സംഗതി കൊള്ളാലോ ട്വിങ്കിൾ. ഇവിടുത്തെ ഐസ്ക്രീം കഴിക്കാൻ എന്ത് ടേസ്റ്റാ. രസത്തിനെക്കാളും രസം, അതിഭയങ്കര രസം. കാരണം ക്വിസ് കോമ്പറ്റീഷനിൽ എനിക്ക് എന്താ ലഭിച്ചതെന്ന് അറിയോ? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ സെലക്ഷൻ. അതുകൊണ്ടാണ് ഈ സെലിബ്രേഷൻ. കൊള്ളാൻ ട്വിങ്കിൾ. ഇപ്രാവശ്യം നീ തന്നെയായിരിക്കും ശരിക്കും ജയിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇവർ രണ്ടാളിലും ആരും ജയിക്കില്ല. 2 ഐസ്ക്രീമും ഒരുമിച്ച് കഴിച്ചു തീർത്തു. 2 ഐസ്ക്രീം തരൂ പ്ലീസ്. ഇത്ര വലിയൊരു തുക നമ്മൾ കയ്യിലെടുത്തോണ്ട് പോകുന്നത് വളരെ അപകടം പിടിച്ച പണിയാണ്. എത്രയും പെട്ടെന്ന് ഈ പൈസ എനിക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തേ പറ്റൂ. അതിനു മുമ്പ് ഏതെങ്കിലും കള്ളൻ ഇങ്ങോട്ട് വന്ന് ഈ പണം അടിച്ചു മാറ്റി പോയാലോ? കഥക് തുറക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കേൾക്കും ഖട്ട് ഖട്ട്. ബാങ്കിൽ കൊണ്ടുപോയി പണം ഡിപ്പോസിറ്റ് ചെയ്താൽ അവനെയാണ് പറയുന്നത് ഡിറ്റക്റ്റീവ് ചാറ്റ്പാറ്റ്. കലക്കി സാറേ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. ഞാൻ എന്റെ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സിംഹത്തിന്റെ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ ആട്ടുംകുട്ടിയെ ചെന്നായി പിടിച്ച കഥ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ കഥയും. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, വിഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്നേ. അദ്ദേഹം നിങ്ങളെയും നിങ്ങളുടെ കയ്യിലുള്ള പൈസയും സേഫ് ആയിട്ട് ബാങ്കിൽ കൊണ്ട് എത്തിക്കുന്ന പറയുന്നേ. മമ്മി, ദയവ് ചെയ്ത് എന്റെ കാശ് നിരീക്ഷിക്കണേ. ഇതാര്? ടോണിയോ? നിങ്ങളെങ്ങനെയാ ഇവിടെ വന്നത്? കാരണം ഞങ്ങളുടെ ടോണി ബോസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പാർട്ടിയും മിസ് ചെയ്യില്ല, അല്ലേ ബോസ്? മധുരമില്ലാത്ത ഹൽവ വേസ്റ്റ് ആണ്. ടോണി ബോസ് എല്ലാ കാര്യത്തിലും വളരെ ലാസ്റ്റ് ആണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. എന്നാ പിടിച്ചോ, നിങ്ങൾക്ക് 3 പേർക്കും ഇത് ഐസ്ക്രീം. എല്ലാം കൂടെ ചേർത്ത് എത്രയായി അങ്കിൾ? ടെമ്പോ അണ്ണ, നിങ്ങൾ ഈ കോഴിയും പിടിച്ചോണ്ട് എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്ക് തന്നെയാ. എന്താ കാര്യം എന്നറിയാവോ? ജനങ്ങൾ പട്ടിയെ വളർത്തുന്നുണ്ട്, പൂച്ചയെ വളർത്തുന്നുണ്ട്. പക്ഷെ ടെമ്പാവണ്ണന്റെ പെറ്റ്, ടെമ്പാവണ്ണന്റെ സ്റ്റൈല് പോലെ വളരെ ഡിഫറെന്റ് ആയിരിക്കണം. അയ്യോ, ഇപ്പൊ ഞാന് കോഴി വളർത്താൻ പോവുകയാ. പിന്നെ അതിൽ നിന്നും കിട്ടുന്ന ഓരോ മുട്ടയും ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും. കൊള്ളാം. അപ്പൊ ഞാൻ ദിവസവും നിങ്ങളെ വീട്ടിൽ വന്ന് ഓംലെറ്റ് കഴിച്ചേക്കാം. കൊടുവാ. അയ്യോ, എന്റെ കോഴി എങ്ങോട്ടാ പോയത്? അത് പറന്നു പോയോ? എന്റെ പൈസ എങ്ങോട്ടാ പോയത്? മമ്മി, ഈ മുളക് എങ്ങനെ എന്റെ കയ്യിൽ വന്നേ? ഓ, എന്റെ വായി നാക്കെല്ലാം എരിയുന്നു. ആദ്യം ലോലിപോപ്പ് കഴിക്കണം. എടാ, ആ ലോലിപോപ്പ് എവിടെയാടാ?
എനിക്ക് കൂൾ ഡ്രിങ്ക്സ് വേണം. എന്റെ സൈക്കിൾ എങ്ങോട്ടാ പോയത്? എന്റെ കാർ എവിടെ? കാർ വിട്ടേക്ക്. ആദ്യം ആരെങ്കിലും വന്ന് എന്റെ മേളിൽ കിടക്കുന്ന ഈ ട്രക്ക് ഒന്ന് മാറ്റൂ. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോയത്? എന്താ എന്താ പറ്റിയത് കീക്കോ? എല്ലാം ഓക്കെ തന്നെയല്ലേ? അറിയില്ല മേയർ അങ്കിൾ, സാധനങ്ങളെല്ലാം തന്നെത്താനെ കാണാതെ പോവാണ്. കാണാതെ പോകുന്നോ? എന്ന് വെച്ചാൽ എന്റെ ഈ കാശും കാണാതെ പോവോ? ജൂനിയർ എന്റെ കൂടെ വാ, നമുക്കിന്ന് കള്ളനെ പിടിക്കാം. മേയർ അങ്കിൾ, നിങ്ങൾ വിഷമിക്കണ്ട. കീക്കോ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ആ പൈസ കീക്കോയുടെ കയ്യിൽ കൊടുത്തേക്ക്. 2 വാക്കിൽ പറയണമെങ്കിൽ ആ പണം കീക്കോയുടെ കയ്യിലുണ്ടെങ്കിൽ അത് സൂപ്പർ സേഫ് ആയിരിക്കും. എന്റെ കാശ് മൊത്തം പോയല്ലോ. ഇപ്പൊ അതും എങ്ങനെയാ കാണാതെ പോയത്? നമുക്ക് ചെന്ന CCTV ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്യാം. എന്താ സംഭവിച്ചെന്ന് നമുക്ക് കണ്ടെത്താം. ഒരു മിനിറ്റ്, പോലീസ് അങ്കിൾ, ഇതാണ് ഞാൻ പറഞ്ഞ ഫുട്ടേജ്. പ്ലീസ് അതൊരല്പം റിവൈൻഡ് ചെയ്യോ. ഇപ്പൊ അത് പ്ലേ ചെയ്യൂ. ഇതിൽ നോക്കിയിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. സാധനങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങനെയാ കാണാതെ പോകുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അത് പോയി കാണും. R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ അടുത്തെവിടെയോ അപകടമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ R7ന്റെ സിഗ്നൽ ദേ അങ്ങോട്ടാണ് കാണിക്കുന്നത്. മമ്മി, ആ സൈഡിലാണ് ഇന്നൊരു പുതിയ ജ്വല്ലറിയുടെ കട തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെ ഇനി ആ ജ്വല്ലറിയും കാണാതെ പോയാലോ? എന്താ ചെയ്യാ? വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇവിടെയുള്ള ജ്വല്ലറീസ് എല്ലാം സേഫ് ആണ്. ഞാൻ ഉടനെ തന്നെ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. ഇനി ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഹലോ ബഡി കീക്കോ, കുട്ടി കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണമോ? വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, എനിക്കൊരു സംശയമുണ്ട്. ഈ ജ്വല്ലറി ഷോപ്പിൽ എന്തോ പ്രശ്നമുണ്ടാവുമെന്ന് തോന്നുന്നത്. ഫോർമുല നമ്പർ 36 അപ്ലൈ ചെയ്യ്. ഓക്കെ ബഡി, അപ്ലൈയിങ് ഫോർമുല നമ്പർ 36. ഇപ്പൊ ക്യാമറയുടെ ഫുട്ടേജ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാം. തക്കാളി വാങ്ങിക്കോ, തക്കാളി വാങ്ങിക്കോ. തക്കാളി വേണോ? തക്കാളി. ആരെങ്കിലും ഈ ജ്വല്ലറിയിൽ കയറി കൊള്ളയടിക്കാൻ ശ്രമിച്ചാൽ അവര് ഞാൻ ഈ ഗണ്ണ് കൊണ്ട്, അല്ലല്ല, ഈ പുതിയ എലി കൊണ്ട്, അല്ല, ഈ എലി ഇപ്പൊ എവിടുന്നാ വന്നത്? എന്റെ ഗണ്ണ് കാണുന്നില്ലല്ലോ. ഗണ്ണിന്റെ കാര്യം വിട്ടേക്കൂ, അങ്ങോട്ടൊന്ന് നോക്കൂ. ഇതെങ്ങനെയാ സംഭവിച്ചത്? ജ്വല്ലറി എങ്ങനെയാ തക്കാളിയായി മാറിയത്? എന്റെ ദൈവമേ, ഇത്ര അധികം തക്കാളിയോ? സൂപ്പർ സ്പീഡോ, നിന്റെ ക്യാമറയുടെ ഫുട്ടേജ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിക്കാമോ? ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, ഒരല്പം കൂടി സ്ലോ ചെയ്ത് കാണിക്കേ. ഒരല്പം കൂടി സ്ലോ ചെയ്ത് കാണിക്കൂ ബഡ്ഡി. ഓക്കെ കീക്കോ, ഇപ്പൊ ഞാൻ ഈ ഫുട്ടേജിന് അൾട്രാ സ്ലോ മോഷനിൽ കാണിക്കാം. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ റോബറി. സൂപ്പർ സ്പീഡോ, ഇപ്പൊ ഇതേ ഫുട്ടേജ് എനിക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് കാണിക്കേ. അതെങ്ങനെയാ സംഭവിച്ചത്? ഈ ഫുട്ടേജ് 3 മിനിറ്റിന്റേതാണ്. പക്ഷെ ഈ ഫുട്ടേജിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ കാണുന്ന വാൾ ക്ലോക്ക് ഒരേ സമയമാണ് കാണിക്കുന്നത്. അതായത് 3:15. വാൾ ക്ലോക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ നോ. അത് കണ്ടോ?
ഷെടാ പറഞ്ഞത് ശരിയാണല്ലോ. എന്നാ പിന്നെ അതെങ്ങനെ സംഭവിച്ചത്? എനിക്ക് മനസ്സിലായി, ആരോ ഒരാൾ ടൈം നിർത്തിവെച്ചിട്ടാണ് കൊള്ളയടിക്കുന്നത്. ഇതുപോലെ മറ്റുള്ള സാധനങ്ങളും കാണാതെ പോയതിന് കാരണം അവൻ തന്നെ ആയിരിക്കും. അയ്യോ, ആരാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൻ എങ്ങനെ ടൈം തടഞ്ഞു നിർത്തുന്നത്? ടൈം എന്റെ കൺട്രോളിലാണ്, കാലം ഇപ്പോൾ എന്റെ കൺട്രോളിലാണ്. സൂപ്പർ സ്പീഡോ, വേഗം അങ്ങോട്ട് ചെല്ല്. ഓക്കെ കീക്കോ. എന്റെ പേര് കാൽ, ഞാൻ ടൈം സ്റ്റോപ്പറാണ്. ആർക്കെങ്കിലും അത് തടയാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാത്രമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്റ്റർ കാൾ. നിങ്ങൾക്കിപ്പോ എന്താണ് വേണ്ടത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അയ്യോ, അത് എന്റെ കോഴിയാണ്. അത് എന്റെ ലോലിപോപ്പാണ്. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല. സോളിഡ് ആയിട്ട് ഒരു ആക്ഷൻ മൂവി ഇപ്പൊ കാണാൻ പറ്റുന്ന തോന്നുന്നത്. പോപ്കോൺ കഴിച്ചോണ്ട് കണ്ട് രസിക്കാം. ടൈമിനെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാൽ ലല്ലൻ ടോപ്പാണ്. ആക്ഷൻ ഷോ ഇപ്പോൾ ഞാനാണ് കാണാൻ പോകുന്നത്. എന്റെ അമ്മോ. സോറി ടെമ്പോ അണ്ണ, ഞാൻ അറിയാതെ അങ്ങനെ. അതൊന്നും ഒരു പ്രശ്നമല്ല. എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം. എന്റെ കൈകൾ മാത്രമല്ല, എന്റെ കാലുകൾ, കണ്ണ്, കാത്, മൂക്ക് എല്ലാം ചെയ്യും. ടൈമിനെ ഞാൻ ചെയ്യുന്നു സ്റ്റോപ്പ്. കാലാണ് ലല്ലൻ ടോപ്പ്. മിസ്റ്റർ കാൾ, ടൈം ഇങ്ങനെ നിർത്തിവെച്ച് നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുതായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടം ഏർപ്പെടാൻ ചാൻസ് ഉണ്ട്. വെറും ചാൻസസ് മാത്രമല്ല, നഷ്ടവും ഏർപ്പെടും. ഒരുപാട് നഷ്ടം. ഇന്നു മുതൽ ഈ സൺ സിറ്റി ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. രാജാവിന്റെ കിരീടം എന്റെ തലയിലായിരിക്കും ഇരിക്കുക. മനസ്സിലായല്ലോ? ടൈമിനെ ഞാൻ ചെയ്യുന്നു സ്റ്റോപ്പ്. ലല്ലൻ ടോപ്പാണ്. കോളിനോടാണോ നിന്റെ കളി? ഇനി മുതൽ നീ ഒരുപാട് കഷ്ടപ്പെടും.
ജനങ്ങൾ നിങ്ങളെ എല്ലാവരെയും ചവിട്ടിയരച്ച് നാശമാക്കും. അതിനുള്ളിൽ സൺസിറ്റി മൊത്തം ഒരു റൗണ്ട് പോയി വന്നേക്കാം. ഞാൻ ചെയ്യുന്നു ടൈമിന് സ്റ്റോപ്പ്. കാലാണ് ലല്ലൻ ടോപ്പ്. സൂപ്പർ സ്പീഡോ, ഈ നെറ്റ് ഒന്ന് കട്ട് ചെയ്ത് എന്നെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്ക്. ആ സ്റ്റാച്ചു താഴെ വീടാതെ രക്ഷിക്കണം. കീക്കോ, നെറ്റിൽ നിന്നും നിങ്ങൾ എല്ലാവരും വേഗം പുറത്തേക്ക് വാ. ഒരുപാട് നേരത്തേക്കൊന്നും എനിക്ക് സ്റ്റാച്ചുയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാൽ എങ്ങോട്ടാണ് പോയത്? കൊള്ളാം, ഓടിപ്പോയി. പക്ഷേ കാൽ ടൈമിനെ ഇങ്ങനെയാണ് നിർത്തുന്നത്. ഞാൻ അവന്റെ കയ്യിൽ ഒരു റിമോട്ട് ഉള്ളത് കണ്ടു. ഒരുപക്ഷെ അത് വെച്ച് അത് ഞാൻ പറയാം മോനെ. ഞാൻ റിസർച്ച് ചെയ്ത് ഒരു ടൈം സ്റ്റോപ്പിംഗ് റിമോട്ട് ഉണ്ടാക്കി. അതാരോ മോഷ്ടിച്ചോണ്ട് പോയി. അത് ശരി, നിങ്ങളുടെ ആ റിമോട്ട് കാലാണ് മോഷ്ടിച്ചത്. ആ റിമോട്ട് ഭയങ്കര പവർഫുൾ ആണ്. അതൊരു പ്രാവശ്യം പ്രസ് ചെയ്താ ടൈം നിന്നുപോകും. പിന്നെ അത് എപ്പോഴാ നോർമൽ ആകുന്നെന്ന് അറിയോ? ആ റിമോട്ട് 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. ആരുടെ കയ്യിലാണ് ആ റിമോട്ട് ഉള്ളത് അവരെ മാത്രം നിന്നുപോയ ടൈം ബാധിക്കില്ല. എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ആ റിമോട്ട് കൈക്കലാക്കണം. പക്ഷെ നമ്മൾ അതെങ്ങനെ ചെയ്യും? ഒരു വഴിയുണ്ട്. ഡോക്ടർ അങ്കിൾ, ആ റിമോട്ട് എത്ര മണിക്കാ മോഷ്ടിച്ചോണ്ട് പോയത്? ഏതാണ്ട് 2 മണിക്കൂർ മുൻപ്. ഇപ്പോൾ 3:45 ആണ് ടൈം. എന്ന് വെച്ചാൽ റിമോട്ട് ഏതാണ്ട് 1:45-നാണ് മോഷ്ടിച്ചിരിക്കുന്നത്. അഥവാ നമ്മളിപ്പോ ടൈമിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഈ റിമോട്ട് കൈക്കലാക്കാം. അവൻ മോഷ്ടിച്ചത് തടയുകയും ചെയ്യാം. ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ വാവ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 111 അപ്ലൈ ചെയ്. ഫോർമുല നമ്പർ 111 ആക്ടിവേറ്റിംഗ്. ഞാനിപ്പോൾ റിവേഴ്സ് ടൈം സോൺ മോഡ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈം പിന്നിലേക്ക് പോകും. നമ്മളെ 2 മണിക്കൂർ മുൻപുള്ള ആ സമയത്തിലേക്ക് കൊണ്ടുപോകും. റിമോട്ട് അടിച്ചു മാറ്റി ആ സമയത്തേക്ക് പോകാം. പക്ഷേ റിമോട്ട് ടൈം സോൺ നമ്മളെ ബാധിക്കില്ല. അതിനുവേണ്ടി ആന്റി ഷെല്ലെന്ന് കവർ ചെയ്യാൻ പോവുകയാണ്. കീക്കോ, 2 മണിക്കൂർ മുൻപ് എന്റെ ആ റിമോട്ട് എന്റെ പുതിയ ലാബിന്റെ മുകളിൽ നിന്നാണ് കളഞ്ഞുപോയത്. താങ്ക് യു ഡോക്ടർ അങ്കിൾ. കാലിന്റെ കയ്യിൽ അത് കിട്ടുന്നതിന് മുൻപ് ഞാനത് അടിച്ചു മാറ്റും. കാലിനോടാണോടാ നിന്റെ കളി? നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് അവിടെ എത്തുന്നതെന്ന് നോക്കട്ടെ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ലേ. Carl, you have taken it too far. Sun City needs to be saved. Carl, it's high time you behave. You're the one who stopped the time. You're the one who did the crime. We will go into the past. We will save the remote fast. Carl, now you've taken it too far. എത്രയും വേഗം നമുക്ക് മുകളിലേക്ക് ചെല്ലണം. ചെല്ല്, വേഗം ചെന്ന് നമുക്ക് ലിഫ്റ്റിൽ കയറാം. ലിഫ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും മേലോട്ടല്ല, വളരെ മുകളിലേക്കാണ് പോകാൻ പോകുന്നത്. ഞാൻ ടൈമിനെ ചെയ്യുന്നു സ്റ്റോപ്പ്. ഈ കാലാണ് ലല്ലൻ ടോപ്പ്. എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് ചെന്ന് എത്താൻ പറ്റും. സൂപ്പർ സ്പീഡോ, ലിഫ്റ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് ചാടണം. ലിഫ്റ്റ് പോയി. ഇനി നമ്മൾ ഈ പടി കയറി വേണം മുകളിലോട്ട് ചെല്ലാൻ.
സൂപ്പർ സ്പീഡോ സൂക്ഷിച്ച്, നിന്റെ മുന്നിൽ ബോംബുകളുണ്ട്. സൂപ്പർ സ്പീഡോ, നീ നിന്റെ സൈസ് ചെറുതാക്കി എന്റെ ഷോൾഡറിലേക്ക് വന്നേക്ക്. അടുത്തടുത്തുള്ള പടികൾ ഞാൻ ചാടി കടന്നു പോകും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 62 അപ്ലൈ ചെയ്. കാലെങ്ങോട്ടാ പോയത്? മുകളിലുണ്ട്. സൂപ്പർ സ്പീഡോ, വേർഡ് സ്റ്റിക്ക് മോഡ് ഓൺ ചെയ്. കാലിന് മുൻപ് നമുക്ക് മുകളിൽ ചെന്നെത്തണം. ആ റിമോട്ട് കൈക്കലാക്കണം. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 904 അപ്ലൈ ചെയ്. ഞാൻ ടൈമിനെ ചെയ്യുന്നു. സ്റ്റോപ്പ്. ഈ കാലാണ് എപ്പോഴും ലല്ലൻ ടോപ്പ്. ഹലോ, നീയൊക്കെ തലകുത്തിന് നിന്ന് വെള്ളം കുടിച്ചാലും എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല മോനെ. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, യു ആർ അണ്ടർ അറസ്റ്റ്.